ഇവരെ വെച്ച് വീഡിയോ ചെയ്ത് നമുക്ക് കാശുണ്ടാക്കിയാലോ? എന്ത് ഒറിജിനാലിറ്റി ആണെന്ന് നോക്കി. പക്ഷേ റിയൽ അല്ല, AI ജനറേറ്റഡ് ആണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ. നിങ്ങളുടെ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളാണ് ഇവര്. ഒന്നും രണ്ടുമല്ല, 150ലധികം AI ക്യാരക്ടേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാരക്ടേഴ്സ് മാത്രമല്ല, AI കൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാനായിട്ട് പറ്റും. സ്ക്രിപ്റ്റ് എഴുതി ഏത് ഭാഷയിലും AI കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാനും സാധിക്കും. ഇങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. TV ന്യൂസ്, മൂവി, ഫിറ്റ്നസ്, അങ്ങനെ 100 കണക്കിന് കാറ്റഗറിയിൽ നിന്ന് ഏത് കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വണ്ടർഷെയർ വെർബോ എന്ന് പറയുന്ന ഒരു AI ടൂളിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇന്റർഫേസിൽ എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് AI ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇതിന്റെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാത്തിന്റെയും ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ വീഡിയോയ്ക്ക് ഒരു 1500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് തുറന്ന് കാണുക. ഇൻസ്റ്റാഗ്രാമിൽ ഈ രീതിയിലുള്ള റീൽസ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള റീൽസ് അപ്ലോഡ് ചെയ്ത് വൈറലാക്കി ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ AI ക്യാരക്ടേഴ്സിനെ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് റീൽസും ഷോർട്സും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഓൾറെഡി ഈ സോഫ്റ്റ്വെയർ എൻ്റെ PC-യിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് AI കൊണ്ട് എഴുതിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ AI സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എഴുതിയത് റൈറ്റ് എ ഷോർട്ട് സ്ക്രിപ്റ്റ് ഫോർ ഹൗ ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ ഓൺ 2024. ഈ സ്ക്രിപ്റ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇവിടെ എക്സ്പാൻഡ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വലിയൊരു സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഞാനിവിടെ ഈ സ്ക്രിപ്റ്റിനെ വെറും 8 പോയിന്റ് ആയിട്ട് മാറ്റി. ഇനി നമുക്ക് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ക്രിയേറ്റ് ബട്ടണിലേക്ക് കർസർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പുതിയൊരു എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AI ട്രാൻസ്ലേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ലാംഗ്വേജ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് അവതാർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ അവതാർ സെലക്ട് ചെയ്ത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പം ഇവിടെ ഇഷ്ടം പോലെ അവതാർസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹ്യൂമൻ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള അവതാർസ് ആണ് ഇവിടെ എല്ലാം തന്നെ. പല രീതിയിലുള്ള അവതാർസ് ഉണ്ട്. മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, ഇന്ത്യൻ ലുക്കിലുള്ള, ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരുപാട് അവതാർസ് ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു അവതാർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെയിൽ പ്രസ് ചെയ്തു. ഇനി ഈ അവതാറിന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലർ, ഫുൾ ബോഡി വ്യൂ, അങ്ങനെ 2 രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അവതാറിന്റെ ലൊക്കേഷൻ, അതായത് പൊസിഷൻ ഇവിടുത്തെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അവതാറിന്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈ കാണുന്ന ഇംഗ്ലീഷ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. അതിനുശേഷം ജെൻഡർ ഫീമെയിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ സൗണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കേൾക്കാനായിട്ട് സാധിക്കും. നമുക്ക് സൗണ്ട് ഓക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഈ അവതാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ടുകൾ ലഭിക്കും. ലൈഫ് സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഫെസ്റ്റിവൽ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇ-കോമേഴ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ബിസിനസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, നമ്മുടെ അവതാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സബ് ടൈറ്റിൽ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. സബ് ടൈറ്റിൽ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ് ടൈറ്റിൽ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സബ് ടൈറ്റിൽ ഇനി ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ് ടൈറ്റിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ് ടൈറ്റിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിലും നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോണ്ട് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുള്ള പല സ്റ്റൈലുകളുണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് വീഡിയോയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീഡിയോയിൽ ഇനി ഇമോജീസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ മൈ ക്രിയേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. Starting a YouTube channel is an exciting endeavor that can serve as a means of self-expression, sharing knowledge, and even unlocking countless opportunities. ഇനി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ടെംപ്ലേറ്റും ഇവിടെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എഴുതിപ്പിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ മുമ്പ് ചെയ്ത അതേ കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് നമുക്ക് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവതാർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവതാർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ അവതാർ ചേഞ്ച് ചെയ്തു. ലാംഗ്വേജിൽ ഇനി മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക്
ലാംഗ്വേജിൽ ചേഞ്ചസ് വരുത്താം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മ്യൂസിക് ഇവിടെ വന്ന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റും ഇമോജീസും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റത്തില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. Artificial intelligence (AI) is undeniably the future. ഈ രീതിയിലുള്ള റീൽസ് ഒരുപാട് വൈറലാകുന്നുണ്ട്. ഫോട്ടോയെ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള റീൽസ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ടോക്കിംഗ് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള AI അവതാർസ് കാണാനായിട്ട് സാധിക്കും. ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ആ ഫസ്റ്റ് അവതാർ സെലക്ട് ചെയ്തിട്ട് പോർട്രേറ്റ് സെലക്ട് ചെയ്യുകയാണ്. അതായത് റീൽസിനൊക്കെ വേണ്ടിയുള്ള ആ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് മുമ്പ് നമ്മൾ ചെയ്ത പോലുള്ള എല്ലാ സെറ്റിംഗ്സും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയുടെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അതും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫുൾ ബോഡി വ്യൂവോ അല്ലെങ്കിൽ സർക്കുലർ വ്യൂ വേണമെന്നുണ്ടെങ്കിൽ സർക്കുലർ വ്യൂവും സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഫുൾ ബോഡി വ്യൂ കൊടുത്തു. അതിനുശേഷം ഇതിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം, അവതാർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്ക്രിപ്റ്റ് നമ്മളിവിടെ AI ജനറേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ലാംഗ്വേജും സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ സെറ്റ് ആവും. അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യാനും സാധിക്കും. इस प्रकार के वीडियो को रील्स पर अधिक देखा जाएगा क्योंकि यह सोशल मीडिया उपयोगकर्ताओं के लिए आकर्षक और प्रभावी होने की वजह से. ഇത് മാത്രമല്ല ഇവിടെ വീഡിയോ ട്രാൻസ്ലേറ്റർ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള വീഡിയോസ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യുക. ഒറിജിനൽ ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് വീഡിയോകൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. പലരും AI ക്യാരക്ടേഴ്സിനെ വെച്ച് എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കമന്റുകൾ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഒരു കാര്യം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.